നമസ്കാരം. പശ്ചിമേഷ്യയിൽ നടത്തിയ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒരു വേഗത്തിലുള്ള നിർണായക വിജയമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ സൈനിക ശക്തി തകർക്കുമെന്നും ആണവ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും തെഹ്റാനെ മുട്ടുകുത്തിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ആത്മവിശ്വാസം. പക്ഷേ ഇന്ന് പുറത്തുവരുന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമാണ് ലോകത്തോട് പറയുന്നത്. ഇറാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സൈനിക ശക്തി പുനർനിർമ്മിക്കുകയാണ്. ഡ്രോൺ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. മിസൈൽ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക കരുതിയ പോലെ ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന സൂചനകൾ ഇപ്പോൾ വ്യക്തമായി പുറത്തുവരികയാണ്. ഇതോടെയാണ് ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ ജയിക്കുകയാണോ അതോ തോൽവിയുടെ നാണക്കേട് ഒഴിവാക്കാൻ ഒരു സമാധാന കരാർ എന്ന വഴിയിലേക്ക് വിറളി പിടിച്ച് ഓടുകയാണ്? പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇറാൻ അവരുടെ സൈനിക സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലാണ് പുറത്തുവന്നത്. ഡ്രോൺ ഉത്പാദനവും പുനരാരംഭിച്ചതായി US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ കാലയളവിൽ US ആദ്യം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് സൈനിക പുനർനിർമ്മാണം നടക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ട മിസൈൽ സൈറ്റുകൾ, ലോഞ്ചറുകൾ, പ്രധാന ആയുധ സംവിധാനങ്ങൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്നതടക്കമുള്ള സൈനിക ശേഷിയുടെ പുനർനിർമ്മാണങ്ങളാണ് നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ പ്രാദേശിക സഖ്യകക്ഷികൾക്ക് ഇറാൻ കാര്യമായ ഭീഷണിയാകുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകും. ഇറാന്റെ സൈനിക ശക്തികളെ പുനഃസ്ഥാപിക്കാനാകാത്ത വിധം ദുർബലപ്പെടുത്തിയെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിലുള്ളത്. 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ ഡ്രോൺ ആക്രമണ ശേഷി പൂർണ്ണമായി പുനർനിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നും ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഡ്രോണുകളാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ ഭീഷണി ഉയർത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടും. ഇതിനിടെ കരാറിലെത്തിയില്ല എങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ ഇറാന് ശേഷി വീണ്ടെടുക്കാനുള്ള പ്രധാന കാരണമാണ്. കൂടാതെ USഉം ഇസ്രയേലും വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ല എന്നും CNN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ച നൽകിയ ഒരു അഭിമുഖത്തിൽ ചൈന ഇറാന് മിസൈൽ നിർമ്മാണത്തിനുള്ള ഘടകങ്ങൾ നൽകുന്നുണ്ടെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഈ വാദം തള്ളുകയാണ് ഉണ്ടായത്. രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടുകൾ സംബന്ധിച്ച് US സെൻട്രൽ കമാൻഡ് വക്താവ് പ്രതികരിക്കാനും വിസമ്മതിച്ചു. രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കമാൻഡ് ചർച്ച ചെയ്യാറില്ല എന്നാണ് വക്താവ് പറഞ്ഞു വെച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ പൂർണ്ണമായി കൈവരിച്ചിട്ടില്ല. ഇറാന്റെ ഭരണകൂടം തകർന്നിട്ടുമില്ല. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും ഇല്ലാതായില്ല. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണവും അമേരിക്കയ്ക്ക് ഉറപ്പാക്കാനായില്ല. മറിച്ച് യുദ്ധം നീണ്ടതോടെ ആഗോള എണ്ണ വിപണി തകർച്ചയുടെ വക്കിലെത്തി. അമേരിക്കൻ സൈനിക ചെലവ് കുത്തനെ ഉയർന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പോലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണ ഭീഷണികൾക്കിടയിലായി. ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ ഇങ്ങനെ വേഗത്തിൽ തിരികെ വരികയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ വിജയം എവിടെയാണ്? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പെട്ടെന്ന് ചർച്ചകളിലേക്കും അനുനയ ശ്രമങ്ങളിലേക്കും തിരിഞ്ഞതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു വശത്തെ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണി ഉയർത്തുമ്പോഴും മറുവശത്ത് മധ്യസ്ഥ രാജ്യങ്ങളിലൂടെ ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. കാരണം യുദ്ധം കൂടുതൽ നീണ്ടാൽ അത് സൈനിക തോൽവിയേക്കാൾ വലിയ രാഷ്ട്രീയ തോൽവിയായി മാറുമെന്ന ഭയം ട്രംപിനുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടുത്തിരിക്കെ വലിയ യുദ്ധം തുടങ്ങി, പക്ഷേ ലക്ഷ്യം കൈവരിക്കാനായില്ല എന്ന വിമർശനം ട്രംപിന് വലിയ തിരിച്ചടിയാകാം. പക്ഷേ ഈ യുദ്ധം ആരുടെയും യഥാർത്ഥ വിജയമല്ല. അമേരിക്കയ്ക്ക് സൈനിക ചെലവും രാഷ്ട്രീയ സമ്മർദ്ദവും ഉയരുമ്പോൾ ഇറാനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത്. ഉപരോധങ്ങൾ, എണ്ണ കയറ്റുമതി പ്രതിസന്ധി, ആഭ്യന്തര സമ്മർദ്ദങ്ങൾ എല്ലാം ടെഹ്റാനെ ബാധിക്കുന്നു. അതിനാൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ വിജയം പ്രഖ്യാപിക്കുന്നതിലല്ല, മുഖം രക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.